ടു മൈ ചാനൽ. ഇന്ന് വീണ്ടും ഒരു ഫിഷ് റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കേരമീൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണേ. അതിനായിട്ട് കേരമീൻ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതേപോലെ ഫ്ലഷി ആയിട്ടുള്ള ഏത് ഫിഷ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഫിഷ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒരു 500 ഗ്രാം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ മാരിനേഷനുള്ള മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് മാരിനേഷനുള്ള മിക്സ് റെഡിയാക്കാവേ. അതിനായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാനൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വരുമ്പം ഇതിന് നനവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അത് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നനവുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. കൈവച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. ഇതിന് കവർ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അധികം ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്യരുത്, എന്നാൽ ഷാലോ ഫ്രൈയും അല്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പരുവത്തിൽ വേണം ഫിഷിൻ്റെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ കറികളിലേക്കുണ്ടല്ലോ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റി കേട്ടോ. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 വശവും നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ ഇതിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് 4 ഏലക്കയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചതച്ചതാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതൊന്നിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് 2 സവോള ചോപ്പ് ചെയ്തതാണ് കേട്ടോ. 1 പച്ചമുളക്, 1 പിടി കുഞ്ഞുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കരിവേപ്പില. ഇതും കൂടി ചേർത്തിട്ട് സവോള ഒന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പൗഡേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഇത് ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാളയും മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റായിട്ട് നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചോപ്പ് ചെയ്ത 2 ടൊമാറ്റോ, നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഈ ടൊമാറ്റോ ഒന്ന് മാഷായി കിട്ടുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ നല്ല മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ നന്നായിട്ട് ഫിഷിലേക്കൊന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ലൂക്ക് വാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ ഒന്ന് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്ക്ഡാണ്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫിഷിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല മണം വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും
പിന്നെ നിങ്ങൾ നോക്കിയേ, വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി മസാലയിൽ കിടന്ന് മീൻ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ട് ചെയ്തെടുക്കണമെങ്കിലുണ്ടല്ലോ, ഇതിലേക്ക് ഈ സമയത്ത് നല്ല തിക്കായിട്ടുള്ള 1 കപ്പ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഞാൻ ഏതായാലും ഇത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ പാൻ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ടൂണ ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചൂടോടുകൂടെ സെർവ് ചെയ്യണം കേട്ടോ. ഈ ഫിഷ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching and keep watching. Bye-bye.